ജൂൺ 29 കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ശിലകളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വിശുദ്ധരായ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളാണ് സഭ സംയുക്തമായി ഇന്ന് ആഘോഷിക്കുന്നത്. വിശുദ്ധ പത്രോസ് സഭയിലെ അധികാര ശുശ്രൂഷയുടെ അടിസ്ഥാന ശില ആകുന്നു എന്നുവരികിൽ, വിശുദ്ധ പൗലോസ് സഭയുടെ ദാർശനിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനം ഇടാനായിരുന്നു നിയോഗം. പത്രോസ് ഗാലിലി പ്രദേശത്തുള്ള അന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ യോനായുടെ 2 ആമക്കളിൽ ഇളയവനായിട്ടാണ് പിറന്നു വീഴാൻ ഇടവന്നത്. അദ്ദേഹത്തിന്റെ അന്നത്തെ പേര് ശെമയോൻ എന്നായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിനു ശേഷം ജ്യേഷ്ഠനായ അന്ത്രയോസും അനുജനായ ശെമയോനും അപ്പന്റെ കൂടെ മത്സ്യബന്ധനത്തിനായിട്ട് പുറപ്പെട്ടു. പ്രായമായപ്പോൾ വിവാഹിതരായിട്ടുള്ള 2 പേരും പിന്നീട് മാറി താമസിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശെമയോൻ കഫർനാബിലേക്കും അന്ത്രയോസ് അല്പം അകലെയുമായിട്ട് താമസം മാറ്റി. അങ്ങനെയിരിക്കെ ഗാലിലി കടൽ തീരത്ത് വെച്ചാണ് യേശു ഈ 2 സഹോദരന്മാരെയും കണ്ടുമുട്ടുന്നതും അവരെ 2 പേരെയും തന്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കുന്നതും. പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ജ്യേഷ്ഠ സഹോദരനാണ് മുൻകൈയെടുക്കാൻ ഇടവന്നതെന്ന് നാം കാണുന്നു. പത്രോസിന്റേതായിട്ടുള്ള തനിമയാർന്ന വ്യക്തിത്വം, അറിവ് എന്നതിനേക്കാൾ ഉള്ള അറിവ് അനുഭവമായിട്ട് പകർത്താൻ സാധിക്കുന്ന ഒരു സുതാര്യ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പത്രോസ് എന്ന് വേണം വിചാരിക്കാൻ. ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട പത്രോസിനെ ശെമയോൻ എന്നുള്ള പേരിന് പകരം യേശുവാണ് പത്രോസ് എന്ന പേര് നൽകാൻ ഇടവന്നത് എന്ന് നാം സുവിശേഷത്തിൽ കാണുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിലെ കേപ്പ എന്ന് വിളിക്കുന്ന പാറ എന്നാണ് അതിന്റെ അർത്ഥം. യേശു വളരെ വ്യക്തമായിട്ട് പത്രോസിനോട് ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പറയുന്നുണ്ട്, നീ പാറയാകുന്നു, ഈ പാറമേലാണ് എന്റെ സഭയെ, എന്റെ കൂട്ടായ്മയെ ഞാൻ പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും യേശുവിന്റെ അനുയായികളുടെ കൂട്ടായ്മയുടെ ഈ ലോകത്തിലുള്ള തലവനായിട്ട് പത്രോസിനെ യേശു നിയമിക്കുന്നത് സുവിശേഷത്തിൽ കാണുന്നു. 12 ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ എപ്പോഴും തന്നെ പ്രഥമ സ്ഥാനം പത്രോസിന് നൽകുന്നതായിട്ട് നാം കാണുന്നു. എന്നെല്ലാ നിർണായകമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ പത്രോസിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് യേശു പത്രോസിനെ ക്ഷണിക്കുന്നതായിട്ടും നാം പല അവസരങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഉദ്ധിതനായിട്ടുള്ള യേശുവിനോടുകൂടെ ജീവിതം ചെലവഴിച്ചതിന് ശേഷം പത്രോസ് യേശുവിൽ നിന്ന് ഏറ്റെടുത്ത അധികാര കൈമാറ്റ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിന്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് കടന്നുവരുന്നു. അങ്ങനെ പത്രോസിന്റെ നേതൃത്വത്തിലായിരുന്നു യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ സഭയുടെ തലവനായിട്ട് പ്രവർത്തന നിരതമാകുന്നതും. 25-ലേറെ വർഷം റോമിൽ തന്നെ അദ്ദേഹം സഭയുടെ പരമാധ്യക്ഷനായിട്ട് സഭയെ നയിച്ചു എന്ന് നമുക്ക് അറിയാം. ആ അവസരത്തിൽ ക്രിസ്തുവർഷം 67-ാം ആണ്ടിൽ ജൂൺ മാസം 29-ാം തീയതി അന്നത്തെ ഭരണകർത്താവായിരുന്ന കുപ്രസിദ്ധനായിട്ടുള്ള നീറോ ചക്രവർത്തിയുടെ വിളംബരപ്രകാരം യേശു ശിഷ്യരിൽ പ്രമുഖനായിട്ടുള്ള പത്രോസിനെ ബന്ധിക്കുകയും അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ പത്രോസിനെ തല കീഴായിട്ടാണ് കുരിശിൽ തറച്ച് കൊല്ലപ്പെടാൻ ഇടവന്നത് എന്നാണ് രേഖകളിൽ നാം കാണുന്നത്. വത്തിക്കാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ആ സ്ഥലം ഇന്നും ഒരു സജീവ സ്മരണ എന്ന നിലയിൽ നിലനിർത്തുന്നതിനു വേണ്ടി ഒരു കൊച്ചു ദേവാലയവും ആ ദേവാലയത്തിന്റെ ഉള്ളിലുള്ള ആൾത്താരയിലെ കുരിശ് തല കീഴായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ ചിലത് മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കാം പൗലോസിന്റെയും തിരുനാള് ജൂൺ മാസം 29-ാം തീയതി സംയുക്തമായിട്ട് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലഭ്യമായിരിക്കുന്ന ചരിത്രരേഖ അനുസരിച്ച് ജൂൺ മാസം 29-ാം തീയതി തന്നെയായിരുന്നു റോമാനഗര അതിർത്തിയിൽ വെച്ച് പൗലോസിന്റെയും ശിരച്ഛേദനം നടക്കാനിടവന്നത് എന്നാണ്. പൗലോസിന്റെ ശിരച്ഛേദനം നഗരത്തിൽ നിന്ന് അല്പം മാറി ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ആ സ്ഥലം ഇന്നും
അനുസ്മരിക്കപ്പെടാൻ വേണ്ടി അതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു ആശ്രമം അവിടെ പണിത് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് സ്ഥലത്തും സന്ദർശിക്കുന്നതിനും സ്മരണകൾ അയവിറക്കുന്നതിനും അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഇന്നും ഞാൻ ഗണിക്കുന്നു. ശ്ലീഹായും നലം തികഞ്ഞ ദാർശനികനും രക്തസാക്ഷിയുമായ വിശുദ്ധ പൗലോസ് പ്രസിദ്ധമായ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഫരീസയ സമൂഹത്തിലാണ് ഏഷ്യ മൈനറിലെ താർസൂസ് നഗരത്തിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയിലും പഠന മികവിലും വിസ്മയഭരിതരായ കുടുംബാംഗങ്ങൾ അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നൽകാൻ ശ്രമിച്ചു. അക്കാലത്ത് പ്രസിദ്ധനായി കഴിഞ്ഞിരുന്ന ഗമാലിയേലിന്റെ ശിക്ഷണത്തിൽ നിയമവും സാഹിത്യവും സാവൂൾ അഭ്യസിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ പേര് സാവൂൾ എന്നായിരുന്നു. അദ്ദേഹം യുവത്വത്തിൽ പ്രവേശിച്ചോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനിടവന്നതിന്റെ അടിസ്ഥാനത്തിൽ സമകാലികനായിരുന്ന യേശുക്രിസ്തു യഹൂദ സമുദായത്തിന്റെ ശത്രുവാണ് എന്നൊരു കാഴ്ചപ്പാടിലാണ് വളർന്നു വരാനിടയായത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുലദ്രോഹിയായ യേശുവിനെ ധിക്കരിക്കുന്നതിനും യേശുവിന്റെ പ്രബോധനങ്ങളെ ഖണ്ഡിക്കുന്നതിനും യേശുവിൽ വിശ്വസിക്കുന്ന അനുയായികളെ വധിക്കുന്നതിനുമുള്ള ഒരു തീവ്രമായിട്ടുള്ള ത്വരയായിരുന്നു സാവൂളിൽ പൊങ്ങി വന്നത്. അങ്ങനെയിരിക്കെയാണ് അങ്ങകലെ ഡമാസ്കസ് നഗരത്തിൽ യേശുവിന്റെ അനുയായികളുടെ ഒരു സമൂഹം കൂട്ടായ്മ വളർന്നു വരുന്നുണ്ട് എന്ന വാർത്ത സാവൂൾ അറിയുന്നത്. അദ്ദേഹത്തിന് അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. മഹാപുരോഹിതന്റെ അധികാരപത്രം ഏറ്റുവാങ്ങി അവിടെയുള്ള ക്രിസ്തീയ സമൂഹത്തെ എല്ലാ വ്യക്തികളെയും നിഷ്കരുണം വധിക്കുന്നതിനു വേണ്ടി വേണ്ട സജ്ജീകരണത്തോടുകൂടി കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയാണ് സാവൂൾ. ഡമാസ്കസ് നഗരത്തിലെ എത്തുന്നതിനു മുമ്പ് അതിശക്തമായ ഒരു മിന്നൽ പിണർ സാവൂളിനെ കീഴടക്കി എന്ന് തന്നെ പറയാം. കുതിരപ്പുറത്ത് നിന്ന് സാവൂൾ താഴെ വീഴുന്നു. ഭയചകിതനായ സാവൂൾ ഒരു അശരീര ശബ്ദം കേൾക്കാനിടവരുന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? സാക്ഷാൽ യേശുവിന്റെ ശബ്ദമായിരുന്നു അത്. ഭയചകിതനായിട്ടുള്ള സാവൂൾ മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളിയായിട്ടാണ് അത് പിന്നീട് ആയിത്തീർന്നത്. സാവൂൾ പ്രതികരിക്കുന്നു: കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? ഉത്തരമായിട്ട് വീണ്ടും സാവൂൾ കേൾക്കാനിടവരുന്നു: നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക. അവിടെ നീ എന്തു ചെയ്യണമെന്നുള്ള നിർദ്ദേശം നിൽക്കായി നൽകപ്പെടാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട്. സാവൂൾ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ ഡമാസ്കസ് നഗരത്തിലെത്തുന്നു. അതിനിടയിൽ ആ നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ താമസിച്ചിരുന്ന വന്യവയോധികനായിട്ടുള്ള ദൈവഭക്തനായിട്ടുള്ള ഹനനിയാസിനെ യേശു പ്രത്യക്ഷപ്പെട്ട് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. നീ നഗരത്തിൽ ജീവിക്കുന്ന സാവൂൾ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്ത് ചെല്ലണം. ഹനനിയാസ് അതിന് വിസമ്മതിക്കുന്നു. കാരണം യേശുവിന്റെ ശിഷ്യന്മാരെ വധിക്കുന്നതിനും എല്ലാതരം പീഡനങ്ങൾ നൽകുന്നതിനും വേണ്ടി ബദ്ധശ്രദ്ധനായിട്ട് വന്നിട്ടുള്ള ശത്രുവാണ് സാവൂൾ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നത് അത് ആത്മഹത്യാപരമാണ്. ആ ശബ്ദം ഹനനിയാസിനോട് പറയുന്നു: ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസന്റെ അടുത്തേക്ക് നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഹനനിയാസ് ദൈവത്തിന്റെ ഇഷ്ടത്തിനെ തന്നെ അടിയോറ വെച്ചുകൊണ്ട് നിർദ്ദേശപ്രകാരം നഗരത്തിലേക്ക് പോകുന്നു. സാവൂളിനെ കണ്ടെത്തുന്നു. സാവൂളിനെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. സാവൂൾ ഹനനിയാസിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അതോടുകൂടിയാണ് സാവൂൾ പൗലോസായിട്ട് തീരുന്നത്. കുറെ നാളുകൾ ധ്യാനത്തിലും മൗനത്തിലും പ്രാർത്ഥനയിലുമായിട്ട് പൗലോസ് ചെലവഴിക്കുന്നു. അറബിയയിലെ ധ്യാനനിരതനായിരുന്ന പൗലോസ് ഉള്ളിൽ രൂപപ്പെടുത്തപ്പെട്ട ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ഡമാസ്കസിലേക്ക് തിരിച്ചു വരികയും യേശുവിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി അവിടെ അതിശക്തമായ രീതിയിൽ പ്രസംഗിക്കാനും ഇടവരുന്നു. ഇതുവരെ യേശുവിന്റെ അനുയായികളെ പീഡിപ്പിക്കാൻ വേണ്ടി വന്ന സാവൂൾ പൗലോസ് എന്ന പുതിയ നാമം സ്വീകരിച്ചുകൊണ്ട് യേശുവിനു വേണ്ടി പ്രസംഗിക്കുകയാണ്.
അത് തന്നെ യഹൂദന്മാരെ പ്രകോപിപ്പിച്ചു. സാവൂളിനെ വധിക്കുന്നതിനുള്ള ശ്രമമായി യഹൂദന്മാർ തന്നെ. അത്ഭുതകരമായ രീതിയിൽ ദമാസ്കസിൽ നിന്ന് സാവൂൾ രക്ഷപ്പെടുന്നു. അന്ന് പത്രോസ് ശ്ലീഹ ജെറൂസലേമിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ജെറൂസലത്ത് വന്ന് പത്രോസ് ശ്ലീഹയെ കാണുന്നു. എല്ലാ തരത്തിലും ആചാരവും കീഴ്വഴക്കവും പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം പൗലോസ് തന്റെ യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നതിനുള്ള ആ പുതിയ ദൗത്യമേറ്റു എടുത്തുകൊണ്ട് ഒരു സമരമായിരുന്നു ജീവിതത്തിൽ എന്ന് തന്നെ പറയാം. ആ സമരത്തിന്റെ അവസാനം റോമിൽ തന്നെ വന്നു ചേരുകയും പത്രോസ് കുരിശുമരണം സ്വീകരിക്കാനിടവന്ന അന്നേ ദിവസം ജൂൺ മാസം 29-ാം തീയതി കുപ്രസിദ്ധ മതമർദ്ദകനായിട്ടുള്ള നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പൗലോസ് ബന്ധിതനാകുന്നു. 29-ാം തീയതി ശിരച്ഛേദനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പത്രോസിന്റെ കുരിശുമരണവും പൗലോസിന്റെ ശിരച്ഛേദനവും സ്ഥലവും സന്ദർശിക്കുന്നതിനും നമ്മുടെ അടിത്തറയുടെ ശില്പികളായിട്ടുള്ള ശിലകളായിട്ട് തീർന്നിട്ടുള്ള പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് കുറേ സമയം എനിക്ക് ചെലവഴിക്കാനിടവന്നത് ധന്യമായിട്ടുള്ള അനുഭവമായിട്ട് ഇന്നും ഞാൻ കരുതുന്നു. ഈ രണ്ടുപേരുടെയും തിരുനാള് സംയുക്തമായി ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആത്മാർത്ഥതയുള്ള ക്രിസ്തു അനുയായികളാണെങ്കിൽ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ കടമ നവീകരിക്കേണ്ടതായിട്ടുള്ള ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് കരുതാം.